വാട്സ്ആപ്പ് ഉപയോഗത്തിൽ കർശന നിയന്ത്രണവുമായി എത്തുകയാണ് കേന്ദ്ര സർക്കാർ. വാട്സ്ആപ്പ്, ടെലിഗ്രാം, സിഗ്നൽ, സ്നാപ്ചാറ്റ്, ഷെയർചാറ്റ്, ജിയോ ചാറ്റ്, അരാറ്റെ, ജോഷ് തുടങ്ങിയ മെസ്സേജിംഗ് ആപ്പുകളിൽ നിർണായകമായ മാറ്റത്തിനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻസ് ഇതു സംബന്ധിച്ച മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇനി മുതൽ ഒരു ആക്റ്റീവ് സിം കാർഡില്ലാതെ ഈ ആപ്പുകളിലെ സേവനങ്ങൾ ഉപയോഗിക്കാനാവില്ല. ടെലികമ്മ്യൂണിക്കേഷൻ ഭേദഗതി നിയമപ്രകാരമാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി. പുതിയ നിയമപ്രകാരം ഇത്തരം ആപ്പുകൾ സിം കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കുവാനാകൂ. ഇതോടെ സിം കാർഡുള്ള ഡിവൈസിൽ മാത്രമേ മെസ്സേജിംഗ് ആപ്പുകൾ ഉപയോഗിക്കുവാനാകൂ എന്ന് സാരം. വെബ് ബ്രൗസറുകൾ വഴി ലോഗിൻ ചെയ്യുന്നതിനും ചില നിയന്ത്രണങ്ങൾ ടെലികോം മന്ത്രാലയം കൊണ്ടുവന്നിട്ടുണ്ട്. വെബ് ബ്രൗസറുകൾ വഴി ലോഗിൻ ചെയ്തവർ ഓരോ 6 മണിക്കൂറിലും ലോഗൌട്ട് ചെയ്ത് വീണ്ടും അതാത് ആപ്പിലേക്ക് ലോഗിൻ ചെയ്യണം. ഉപയോക്താക്കൾ ലോഗൌട്ട് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായി ആപ്പിൽ നിന്നും ലോഗൌട്ട് ആകുന്ന സംവിധാനം അവതരിപ്പിക്കുമെന്നും ടെലികമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിൽ വാട്സ്ആപ്പ് പോലെയുള്ള ആപ്പുകൾ ഉപയോഗിക്കുന്നവർക്ക് ലോഗിൻ സമയത്ത് മാത്രമേ സിം കാർഡിന്റെ ആവശ്യമുള്ളൂ. അതിനുശേഷം സിം കാർഡ് ഇല്ലെങ്കിൽ പോലും ആപ്പ് ഉപയോഗിക്കുവാനാകും. ഇത് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നുവെന്നാണ് കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. പലരും സിം കാർഡ് എടുത്ത് വാട്സ്ആപ്പ് അക്കൗണ്ടുകൾ എടുത്ത് പിന്നീട് ഇത് ഉപേക്ഷിക്കുന്ന രീതി കണ്ടുവരുന്നുണ്ടെന്ന് ടെലികമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നീട് വീണ്ടും സിം കാർഡ് എടുത്ത് ഇതേ രീതിയിൽ വിവിധ മെസ്സേജിംഗ് ആപ്പുകളിൽ അക്കൗണ്ട് എടുക്കുന്നുണ്ടെന്നും ഇത് സുരക്ഷാ ഭീഷണിക്ക് കാരണമാകുന്നുണ്ടെന്നും വിലയിരുത്തലുണ്ട്.